അത്തരത്തിലാരും മണ്ണിൽപ്പെട്ടു പോയിട്ടില്ല. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ആ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റിയിരുന്നു. ചെറിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ആളുകളെ മാറ്റിയിരുന്നു. അല്ലാത്ത പക്ഷം വീണ്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അരുൺകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട നേരത്തെ ഇത്രയധികം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ട് റവന്യൂ അധികൃതർ, ജിയോളജി അധികൃതർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അധികൃതർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയില്ല? കേവലം ഒരു വാർഡ് കൗൺസിലർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനമല്ല, മറിച്ച് ഇത് ഒരു സ്വകാര്യ ഭൂമിയായിരുന്നു. സ്വകാര്യ ഭൂമിയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയതാണെന്നുള്ളതാണ് പറയുന്നത്. ആ തരത്തിലാണ് നോക്കി. ആ മണ്ണിടിച്ച സമയത്ത് ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും മാറിയിട്ട് ആ ഭാഗത്തൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ആ സൈഡിലൊന്നും പെട്ടിട്ടൊന്നുമില്ല. അരുൺകുമാർ, അത് ഇല്ലല്ലോ. സുരക്ഷിതരാണ്. എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോ? അപ്പുറത്തൊക്കെ ആളുകളെ സുരക്ഷിത ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ട് മാറ്റം വേറെ കോണമ്പാറ വഴി പോകേണ്ടി വരും. കോണമ്പാറ വഴി പോകേണ്ടി വരും മലപ്പുറത്തേക്ക്. ഈ ആചാരപ്പടിക്കൊക്കെ പള്ളിക്ക് വേറെ വഴിയില്ല. സംസ്ഥാന പാത. അപ്പൊ വേങ്ങരക്ക് ഇനി മലപ്പുറത്തേക്ക് ഏത് ഭാഗത്ത് കൂടി പോകേണ്ടി വരും? ഒതുക്കുങ്ങൽ വഴി പോകേണ്ടി വരും. പോകേണ്ടി വരും. ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതാ അരുൺകുമാർ, നാട്ടുകാരെല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇവിടെ ഒരു രീതി അറിയാം. കാരണം മണ്ണിടിച്ചിൽ വീണ്ടും മിനിസ്റ്റർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടും. മലപ്പുറത്ത് നിന്ന് SP-ക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അവിടേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെ ജിയോളജിക്കൽ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റാത്തത് എന്നുള്ള കാര്യമാണ് സംശയം. മിനിസ്റ്റർ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതാണ്. മിനിസ്റ്റർ അല്പസമയം മുമ്പ് നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. മിനിസ്റ്ററുടെ വീടിന് കൃത്യം 200 മീറ്റർ അപ്പുറത്താണ് അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത്. അവിടെ നഗരസഭയെ അറിയാതെ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയിട്ട് ഒരാൾ അയാളുടെ സ്വകാര്യ പറമ്പിലാണ് ഈ പണി നടത്തിയിരുന്നത്. എനിക്കൊന്ന് മിനിസ്റ്ററെ പോലും തെറ്റിദ്ധരിപ്പിച്ചു അവിടെ ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അത് തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. അത് ഫ്രീ ആയിട്ട് കൊടുത്ത, തങ്ങൾ കുടുംബം ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലമാണ്. പക്ഷേ ഇതല്ല, ഇത് തങ്ങൾ കുടുംബം കൊടുത്ത സ്ഥലമല്ല, ഇതൊരു സ്വകാര്യ ഉടമയുടെ സ്ഥലമാണ് എന്നാണ് നഗരസഭാ അധ്യക്ഷ റാൻഷ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. നഗരസഭയെ അറിയാതെ എങ്ങനെയാണ് ഇങ്ങനെ മണ്ണെടുക്കാൻ കഴിയുക? അത് മന്ത്രിയുടെ വീടിന് തൊട്ടടുത്ത് 200 മീറ്റർ അപ്പുറത്താണ് ഇങ്ങനെ അനധികൃതമായി മണ്ണെടുത്തത്. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ തീരുമാനിച്ചു. SP-യോടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്താൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സമയം ഇപ്പോൾ ഒരു 40 മിനിറ്റായി. ഇപ്പോഴും അവിടേക്ക് അധികം ആൾക്കാർ എത്തിച്ചേർന്നിട്ടില്ല. മുബഷീർ, കൂടുതൽ പോലീസ് സേനാ അംഗങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? SP-യുടെ അടക്കം മന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം, ഇപ്പോൾ ആ സ്കൂളിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഇപ്പോൾ മണ്ണിടിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് എന്നതുകൂടി ആ ഫ്രെയിമിൽ കാണിച്ചാൽ നന്നായിരിക്കും. ഉണ്ണിയോട് ഒന്ന് പറയൂ മുബഷീർ, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലവും ഇപ്പോൾ കാണുന്ന തങ്ങൾ ഫാമിലിയുടെ ഒരു സ്കൂളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഇത് ആ സ്ട്രെയിറ്റ് പാത്ത് സ്കൂൾ എന്ന് പറയുന്നത് ഈ മലയുടെ മുകളിലാണ്, ഈ ഉയർന്ന സ്ഥലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് എത്ര അകലെയാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞു താഴ്ന്നിരിക്കുന്ന പ്രദേശം മുബഷീർ? അതായത് അരുൺകുമാർ നേരത്തെ മുതൽ പറയുന്ന, അതായത് നമ്മുടെ മുകൾ നിലയിലുണ്ട് എന്ന് പറയപ്പെടുന്ന സ്കൂളല്ലേ കാണുന്നത്? മൃഗ സ്ട്രെയിറ്റ് പാത്ത് സ്കൂളാണ് കാണുന്നത്. സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ. അരുൺകുമാർ, നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ് അതിന് മുകൾ നിലയിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഹോസ്റ്റല് തൊട്ടടുത്ത് സ്കൂള്, സ്ട്രെയിറ്റ് പാത്ത് സ്കൂള്. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ താഴെ അല്ലേ മണ്ണിടിച്ചിലുണ്ടായത്. അരുൺകുമാർ, ആശങ്ക എത്രത്തോളം വർദ്ധിക്കുന്നു? 150 മീറ്റർ മാത്രം താഴെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളാണ് ഉണ്ണി തൂവൂർ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ, സ്കൂളിന്റെ ഒരു ഹോസ്റ്റലാണതല്ലേ? തൊട്ടപ്പുറത്താണ് സ്കൂൾ. തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്, നല്ല സ്കൂളുണ്ട്. അവിടെ ഹോസ്റ്റലായതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടോ? ആ, കുട്ടികളുണ്ട്. സ്കൂളിലാണ്, സ്കൂളിലെ കുട്ടികളുണ്ടാവുക. അവധി ആയതുകൊണ്ട് കുട്ടികളില്ല. ഹോസ്റ്റലിൽ കുട്ടികളുണ്ടെങ്കിൽ മാറ്റണം. അത് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്, താഴത്തുണ്ട്. അതായത് ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഹോസ്റ്റലിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഉടനെ അവിടെ നിന്ന് മാറ്റാൻ പറയും. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രദേശം പൂർണ്ണമായിട്ട് പിടിച്ച് താഴെ വീണത്. ഹോസ്റ്റലാണ് തോന്നുന്നത്. അപ്പൊ അതിന് താഴത്ത് അതൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അരുൺകുമാർ. ഉമർക, ഹോസ്റ്റലിൽ കുട്ടികളുണ്ടോ? അവരെ സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറ്റേണ്ടതാണ്? മാറ്റിയിട്ടുണ്ട്. എന്നാലും അവധി ആയതുകൊണ്ട് കുട്ടികളാരും ഇല്ലല്ലോ. അവധി ആയതുകൊണ്ടില്ല. അവർക്ക് അവരെ താമസിക്കുന്ന ഹോസ്റ്റല് അപ്പുറത്തുണ്ട്, കുറച്ച് താഴത്ത് ഉറപ്പാണല്ലോ. നമ്മളെ നാട്ടുകാരെങ്കിലും അങ്ങോട്ട് അയച്ചു നോക്കുന്നല്ല. ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ മിനിസ്റ്ററിനെ വിളിച്ചിട്ട് സ്റ്റേറ്റ് പാത്തിലൊക്കെ പോയി നോക്കി അവിടെ ആളുകളോട് പാണക്കാടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഉഷാറായിട്ട് ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് നോക്കി അവിടെ ആൾക്കാരില്ല എന്നുള്ളത് ഉറപ്പുവരുത്തു. നമുക്ക് അപകടം, ജീവാപായം ഉണ്ടാവരുത്. സ്ഥലങ്ങൾ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആളുകളുണ്ട്, അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇത് ഈ ഏത് സ്ഥലമാണെന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി ഒരു ക്ലാരിറ്റി വരുത്തണം മുബഷീർ.
ആ കോളേജും സ്കൂളും അല്ലാത്ത നോളജും അല്ലാത്ത വേറെ ഒന്നുമില്ല അവിടെ. അത് മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് വലിയ ചെങ്കലും കുറേ ടാങ്കാണ്. ആ പ്രവർത്തിക്കുന്നുണ്ടോ തൊട്ടടുത്ത്? കോറിയില്ല. ആ കോറി വെട്ടിയ സ്ഥലത്ത് കൂടെയാണ് വെള്ളപ്പം വരുന്നത്. ആ കോറി നിറഞ്ഞു നിന്നിട്ട് ഞാൻ വെള്ളം ഒഴിവാക്കിയാൽ ചോദിക്കണത് ഇതിപ്പോ നമ്മളെ എടൈപ്പാലം ഭാഗത്ത് JCB മണ്ണെടുത്ത സ്ഥലത്ത് മാത്രമല്ല ഇപ്പൊ മണ്ണെടുത്തിട്ടുള്ളത് അല്ലെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഭീഷണി ഉണ്ട്. ആ ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഭീഷണിയാണ്. അത് ഒന്നായിട്ടോട്ട് പോരാൻ ചാൻസ് ഉണ്ട്. ഇത് ആദ്യം ഒരു പ്രാവശ്യം ഇത് ഇടിഞ്ഞു പോകുന്നതാണ് ഈ സ്ഥലം. അപ്പൊ അതുപോലെ അതിനനുസരിച്ച് അപ്പൊ ആ ഇടിയും കണ്ടില്ലേ, അതൊക്കെ ചിലപ്പോൾ ഇതിന്റെ കൂടി ഒന്നായിട്ട് പോകുന്നൂടെ ആയില്ല. അതാ ആ മണ്ണിടിച്ചിലാണ്. എന്റെ പേര് ഹുസൈൻ. ആ മണ്ണിടിഞ്ഞ ഇപ്പൊ പുതിയ മണ്ണിടിഞ്ഞാണത്. ഇതിപ്പോ ഒരു വെളുത്ത് കാണും. അതിപ്പോ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം ആ സ്ഥലം. അത് ഒന്നായിട്ട് ഇത് ആദ്യം നിരങ്ങാണ്ട് ഇനി ഇത് ആ കാരണത്താൽ ഇത് നിരങ്ങിക്കൂടായൊന്നുമില്ല. അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അപകടം സംഭവിച്ച മേഖലയ്ക്ക് തൊട്ടടുത്ത്, അതായത് ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്കൂൾ ഹോസ്റ്റലിന്റെ തൊട്ട് താഴത്തെ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നാണ്. അല്ല, ഇതിപ്പോ എപ്പോഴാണ് അവിടെ മണ്ണിടിച്ചിൽ ഇങ്ങനെ കാണുന്നപ്പോഴാണ്? ഇതിപ്പോ അടുത്ത് പുതിയത് കണ്ടതാ. ഇന്ന് കണ്ടതാണോ? ഇപ്പൊ ഇന്ന് കണ്ടാണ് ആ സാധനം. അവിടെ കാടായിരുന്നു, അവിടെ മണ്ണ് തെളിഞ്ഞു വരുന്നുണ്ടല്ലേ, ചുവപ്പ് നിറത്തിൽ മണ്ണ് കാണുന്നുണ്ട്. അരുൺകുമാർ, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടിവരയിടേണ്ട വാക്കുകളാണ്. എവിടെയാണ് നഗരസഭാ അധികൃതർ, എവിടെയാണ് ജിയോളജി അധികൃതർ? ചോദ്യം അരമണിക്കൂറായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഒരു ഒറ്റ ഉദ്യോഗസ്ഥർ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നമ്മളെ വിളിച്ച് തന്നെ പറഞ്ഞതാണ്, മിനിസ്റ്റർ തന്നെ അധികാരികളെ വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴും അവിടേക്ക് അധികാരികൾ എത്തിയിട്ടില്ല. സ്ട്രേറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിന്റെ തൊട്ട് താഴെയും മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തുള്ള പ്രദേശം അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അതിന് തൊട്ടടുത്താണ് മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീടുള്ളത്. 200 മീറ്റർ അകലെയാണ്. അതിന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി അന്യായമായി അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. JCB കൊണ്ടുവന്ന് അവിടെ മാന്തിയത്. അത് നഗരസഭ അറിഞ്ഞിട്ടില്ല എന്നാണ് നഗരസഭാ അധ്യക്ഷ പറഞ്ഞത്. ഈ വിവരങ്ങളൊന്നും നഗരസഭയ്ക്ക് അറിയില്ലായിരുന്നു.